Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of trigonometry. That also previous year questions ആണ് നമ്മൾ കമ്പൈൻഡ് ആയിട്ടുള്ള 2 മാർക്ക് ആൻഡ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ആ ഒരു സെഷൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ആ ഒരു ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 10th കുട്ടികൾക്ക് എസ്പെഷ്യലി ഇനി ഒരു 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യായില്ലേ. അപ്പോൾ പേടിപ്പിക്കാന്നൊന്നും വിചാരിക്കരുത്, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം കറക്റ്റായിട്ട് ചെയ്തു വെക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. കിട്ടുന്ന സമയമൊക്കെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ടഫ്, ഇപ്പം മാത്സ് ഒക്കെ ആയിരിക്കും പലർക്കും ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. നമുക്ക് എത്ര ബൈ ഹാർട്ട് പഠിച്ചാലും ഒരിക്കലും നമുക്ക് ഇന്ന പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അത് മാത്രമാണ് നമുക്ക് മാത്സിൻ്റെ കേസിലായാലും ഇപ്പോൾ സയൻസ് ഒക്കെ ഫിസിക്സിൻ്റെ കേസിലായാലും അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫിസിക്സ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, എൻറ്റയർലി തിയറി സബ്ജക്റ്റ് അല്ല നമ്മളുടെ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭൂരിഭാഗം ചാപ്റ്റേഴ്സിലും എന്താ വരുന്നത്, ന്യൂമറിക്കൽസ് ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് മാത്സും ഫിസിക്സും ഒക്കെ തെറ്റിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്ത് അവസാനം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കണ്ടുപരിചയം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള എന്തുണ്ടാവും, ഒരു ധൈര്യം ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും ഒരു സെർട്ടൻ ഡേയ്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗ്യാപ്പ് എടുക്കാനായിട്ട് പാടില്ല. റെഗുലറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുറേ നേരമൊന്നും വേണ്ട, ഒരു ഹാഫ് ആൻ അവർ 1 അവർ എല്ലാ സബ്ജക്റ്റിനും ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് സമയം കൊടുക്കാം. ഏതാണ് നിങ്ങൾക്ക് ടഫ് അതിന് മാത്രം കുറച്ച് എന്ത് ചെയ്യുക, വെയിറ്റേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ടൈം കുറച്ച് അലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. 1 മന്തേ ഉള്ളൂ, ആ ഒരു ആശ്വാസത്തോടു കൂടെ നിങ്ങൾ പഠിക്കുക. ഒരു 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയി അല്ലേ. മാർച്ച് 11 കൂടെ നിങ്ങളുടെ എക്സാംസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എത്രയാണ്, എന്തായാലും ഇത്രയും നാള് നമ്മൾ പഠിച്ചതിൻ്റെ അത്രയൊന്നും നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യാനുണ്ടാവില്ലേ. കുറേ അധികം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി റിവിഷൻ ചെയ്താൽ മതി. അപ്പം അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, സോറി. സോ ദിസ് ഇസ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ അവിടെ പറയാം 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. At present we are discussing 2 mark question. So prove that root of sec square theta plus cosec square theta is equal to tan theta plus cot theta എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2020 ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ സീക്കും ഇവിടെ കൊസീക്കും ആണ്, ഇവിടെ ടാനും ഇവിടെ കോട്ടും ആണ് അല്ലേ. We know the relation between sec and tan and cosec and cot. അപ്പോൾ ആ ഒരു റിലേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് റിലേഷൻ? sec square theta minus tan square theta is equal to 1 and cosec square theta minus cot square theta equal to 1. ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സോ sec square theta നമ്മൾ എന്ത് ചെയ്യുന്നു, LHS ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ LHS sec square theta നമ്മൾ എന്ത് എഴുതുന്നു, 1 plus tan square theta എന്ന് എഴുതുന്നു. cosec square theta 1 plus cot square theta എന്ന് എഴുതുന്നു. രണ്ടിലും അഡീഷൻ ഉണ്ട് കേട്ടോ, സോറി ഇവിടെ അഡീഷൻ ഉണ്ട്. ഇത് പ്ലസ്. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, ഇറ്റ് ഈസ് 1 plus 1 എന്തായി 2 plus tan square theta plus cot square theta എന്ന് വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ടാൻ തീറ്റയും കോട്ട് തീറ്റയും വന്നു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇത് എങ്ങനെയാണിത് ടാൻ തീറ്റ പ്ലസ് കോട്ട് തീറ്റ ആക്കാൻ പറ്റും? ഇവിടെ ഒരു റൂട്ട് ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിനെ ആദ്യം ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു 2നെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കി നോക്കൂ കേട്ടോ. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്ന് എഴുതി കൂടെ. ബിക്കോസ് എന്താ, ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ എന്താണ്, 1/tan തീറ്റ ആണ്. ടാൻ തീറ്റയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 2 × 1 it is 2. അപ്പം നമ്മൾ ഈ വെറും 2നെ എന്ത് എഴുതാൻ പോവാണ്, 2 × tan തീറ്റ കോട്ട് തീറ്റ എന്ന് എഴുതാൻ പോവാണ്. പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ.
അപ്പോൾ നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു മൈൻഡിൽ വരണമല്ലേ. അത് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂനെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ എന്ന് ചിന്തിക്കാനുള്ളൊരു ഇത് കിട്ടും. ഓക്കെ, ഇത് നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം? a² + b² + 2ab അല്ലേ, 2ab + a² + b². ഇത് എന്ത് ഫോർമാറ്റ് ആണ്? a + b the whole square ആണ് അല്ലേ. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദാറ്റ് ആസ് tan θ + cot θ the whole square. It is simply a + b the whole square. Or it is tan θ + cot θ whole root. റൂട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് സിംപ്ലി tan θ + cot θ. ഇതല്ലേ നമുക്ക് വേണ്ടായിരുന്നത് അല്ലേ? tan θ + cot θ വേണമായിരുന്നു, നമുക്ക് കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മോഡലായിരിക്കും. നമ്മൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് രീതിയിലും ചെയ്ത് നോക്കാനായിട്ട് പറ്റും. Next we are moving on to if tan θ is equal to √3, find value of 2 sec θ divided by 1 plus tan square θ. 2020 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് തീറ്റ വിൽ ബി ഈക്വൽ ടു tan ഇൻവേഴ്സ് √3. 1/tan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് ആയി tan ഇൻവേഴ്സ് √3. തീറ്റയുടെ ഏത് വാല്യൂവിലാണ് tan √3 ആവുന്നത്? tan 30 1/√3 ആണ്, tan 45 1 ആണ്, tan 60 എന്താണ്? √3 ആണ് അല്ലേ. സോ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും, അതായത് ഇന്നത് ഈക്വൽ ടു ഇന്ന വാല്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ആംഗിൾ. ആംഗിൾ എത്രയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ, തീറ്റയുടെ വാല്യൂ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് 2 sec 60 പ്ലസ് 1 പ്ലസ് tan square 60. ഓക്കെ, sec 60 എന്താണ് വരുന്നത്? ഇറ്റ് ഈസ് sec 60 ഇറ്റ് ഈസ് 2 അല്ലേ. ഓക്കെ, sec 60 എന്താണ്? 2 ആണ്. tan 60 എന്താണ്? ഇറ്റ് ഈസ് √3 the whole square. Or it is 4 divided by 1 plus 3, or it is equal to 4 divided by 4. It is equal to 1. ആൻസർ എന്താണ് വരുന്നുള്ളത്? 1 ആണ്. ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ വാല്യൂസ് ഒക്കെ ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that root of 1 minus sin theta divided by 1 plus sin theta is equal to sec theta minus tan theta. 2020 ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കണ്ടുപരിചയം ഉണ്ടാവും നിങ്ങൾക്ക്. എന്താണ് ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മളുടെ ടെക്സ്റ്റിൽ ഉണ്ട് അല്ലേ. ഇങ്ങനെ ഒരു റൂട്ട് വാല്യൂ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, റൂട്ട് വാല്യൂ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെന്താണ്? നമുക്ക് സൈൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ടാനും സീക്കും ഒക്കെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതായത് നമുക്കൊരു കോസ് കമ്പോണന്റ് കൂടെ ഇവിടെ എന്ത് ചെയ്യണം? വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ മോഡൽ ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും നമ്മൾ ജസ്റ്റ് കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇൻറ്റു 1 minus sin theta
ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. 1 പ്ലസ് സൈൻ തീറ്റയുടെ കോൺജുഗേറ്റ് എന്താണ്? 1 മൈനസ് സൈൻ തീറ്റ ആണ്. ഓക്കെ, 1 minus sin theta into 1 minus sin theta, it is 1 minus sin theta the whole square divided by a plus b into a minus b, it is a square minus b square, that is 1 minus sin square theta. Okay, next, അപ്പോൾ ഇവിടെ കോസ് കമ്പോണന്റ് വരാൻ ഇനി എന്താണ് സാധ്യത? നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇറ്റ് ഇസ് 1 or 1 minus sin square theta is equal to cos square theta. അതായത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് 1 മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നാക്കി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് എടുത്ത് കളയുന്നു, ബിക്കോസ് നമുക്ക് ആൻസറിൽ റൂട്ട് വേണ്ട. സോ ദാറ്റ് ഇസ് 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ. ആൻസറിലേക്ക് എത്തിക്കണ്ടോ? ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളൊരു സ്റ്റെപ്പ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, is cosec square theta into 1 plus cos theta into 1 minus cos theta is equal to k. Find k. ഇത് 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, cosec square theta into 1 plus cos theta into 1 minus cos theta k ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ you should find the value of k. സോ കോസിക് സ്ക്വയർ തീറ്റയെ അങ്ങനെ തന്നെ വെക്കാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ഇതാണ് നമുക്ക് ആക്ച്വലി എന്താണെന്ന് തന്നിട്ടുള്ളത്? കെ ആയിട്ട് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് ആയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. cosec square theta into 1 minus cos square theta എന്താണ്? sin square theta ആണ്. സോ 1 minus cos square theta നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യുന്നു? sin square theta ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇനി cosec square theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1 by sin square theta into sin square theta. ബിക്കോസ് cosec theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 by sin theta ആണ്. സോ cosec നമ്മൾ എന്താക്കി റീപ്ലേസ് ചെയ്തു? sin ആക്കി റീപ്ലേസ് ചെയ്തു. sin square ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 is equal to നമുക്ക് എന്താണ് കിട്ടി? k ആണ് കിട്ടി. സോ ദ വാല്യൂ ഓഫ് k is 1. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്ത് പോവാം. അതേമാതിരി തന്നെ ഇതിന് പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. സോ വി ആർ സ്റ്റോപ്പിംഗ് വിത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പം so this is the next 3 mark question. Prove that cosec theta divided by cosec theta minus 1 plus cosec theta divided by cosec theta plus 1 is equal to 2 sec square theta. ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് ഒരു എക്സസൈസ്, ലാസ്റ്റ് എക്സസൈസിൽ ഒരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ആ ഒരു 10 ക്വസ്റ്റ്യൻസും അതേമാതിരി തന്നെ അതിന് മുന്നിൽ കിടക്കുന്ന കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 3-4 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. അതൊക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമ്മൾ അതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഇല്ല എന്നല്ല, അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാരണം ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. വേറെ വെറൈറ്റി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ആ ഒരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നല്ല ഫെമിലിയർ ആയിരിക്കണം. അത് തന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും 4 മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ടാൻ സ്ക്വയർ പ്രൂവ് ചെയ്യലെ ക്വസ്റ്റ്യൻ, അതൊക്കെ നിരന്തരമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ നന്നായി തന്നെ വർക്കൗട്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബിക്കോസ് നമുക്ക് സീക്ക് ആണ് വേണ്ടത് അല്ലേ? സീക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആര് വേണം?
കോസ് വേണം അല്ലേ? കോസ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സീക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ദാറ്റ് ഇസ് കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1 പ്ലസ് കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ മൈനസ് 1 ഡിവിഷൻ കൊസീക് തീറ്റ മൈനസ് 1 ഇൻറ്റു കൊസീക് തീറ്റ പ്ലസ് 1 ഇറ്റ് ഈസ് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ ആണ്, പ്ലസ് കൊസീക് തീറ്റ വരും. ഇവിടെയും കൊസീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ ഇവിടെ ഒരു കൊസീക് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെയും ഒരു കൊസീക് സ്ക്വയർ തീറ്റ ഉണ്ട്. ദാറ്റ് ഇസ് 2 കൊസീക് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് കോസിക് തീറ്റ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കൊസീക് തീറ്റ ഉണ്ട്. അത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നെഗറ്റീവും പോസിറ്റീവും വരുന്ന ടേമിനെ ക്യാൻസൽ ചെയ്ത് കളയാം. രണ്ട് പോസിറ്റീവ് ടേമിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക കേട്ടോ. കൊസീക്ക് സ്ക്വയർ വരാൻ കാരണം കൊസീക്ക് ഇൻറ്റു കൊസീക്ക് എന്താണ്? കൊസീക് സ്ക്വയർ ആണ്. ഓക്കെ, കൊസീക് സ്ക്വയർ തീറ്റനെ നമുക്ക് 1/sin സ്ക്വയർ തീറ്റ ആക്കാം. ഇവിടെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താണ്? കോട്ട് സ്ക്വയർ തീറ്റ ആണ് അല്ലേ? സോ വി ക്യാൻ റീപ്ലേസ് ദിസ് ആസ് കോട്ട് സ്ക്വയർ തീറ്റ, or this is 2/sin സ്ക്വയർ തീറ്റ ഇൻറ്റു കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് ബൈ സൈൻ ആണ്. നേരെ റെസിപ്രോക്കൽ വരുമ്പോൾ ഇറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ വരും അല്ലേ? നിങ്ങൾക്ക് സിംഗിൾ സ്റ്റെപ്പിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റിക്കരുത്. കോട്ടിന് നിങ്ങൾ എന്താക്കുക? കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ആക്കുക. നേരെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും? സൈൻ മുകളിലേക്ക് വരുന്നു. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2/cos സ്ക്വയർ തീറ്റ. 2/cos സ്ക്വയർ തീറ്റ എന്താണ്? 2 sec സ്ക്വയർ തീറ്റ ആണ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ആൻസർ എത്തിയില്ലേ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് ഫെമിലിയർ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, next we are moving on to cosec A minus sin A, prove that into sec minus cos A is equal to 1/tan A plus cot A. 2020 ബേസിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും കുറച്ച് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് CBSE ഇടുന്നത് കേട്ടോ. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ ലെവലിന് ഉദ്ദേശിക്കരുത്, അതുകൊണ്ടാണ് ബേസിക്കും കൂടെ എടുത്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, ആദ്യം ഇവിടെ കൊസീക്കും ഇവിടെ സൈനും ഒക്കെയാണ്, ഇവിടെ ടാനും കോട്ടും ആണ് ഇരിക്കുന്നത് അല്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ടാനും കോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കൊസീക്കിനെ സീക്കിനെ ഒക്കെ കോസിന്റെ ടേംസിലേക്ക് ആക്കാം. ഓക്കെ, LHS ആണ് എടുക്കുന്നത്. 1/sin A minus sin A into 1/cos A minus cos A. Okay, it is 1 minus sin square A divided by sin A into 1 minus cos square A division cos A. ജസ്റ്റ് എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഓക്കെ, 1 minus sin square A എന്താണ്? ഇത് cos square A ആണ്. ആൻഡ് 1 minus cos square A എന്താണ്? sin square A ആണ്. ഹോൾ ഡിവിഷൻ എന്ത് വരും? sin A into cos A വരുന്നു അല്ലേ? ഇക്വേഷൻസ് നല്ല ഫെമിലിയർ ആയിരിക്കണം കേട്ടോ, എന്നാലും നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവുള്ളൂ. ഇക്വേഷൻസ് നന്നായി പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, ഇവിടെ ഒരു cos square A ഉണ്ട്, ഇവിടെ ഒരു cos A ഉണ്ട്. നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ ഒരു cos A വരും. ഇവിടെ ഒരു sin A ഉണ്ട്, ഇവിടെ ഒരു sin square A ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ sin A വരും. ദാറ്റ് ഇസ് sin A cos A ആണ് നമുക്ക് LHS എന്ത് ചെയ്യുമ്പോൾ വരുന്നത്? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ്, ഏറ്റവും സിംപ്ലിഫൈഡ് സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് RHS സെപ്പറേറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കി നോക്കാം. ദാറ്റ് ഇസ് 1/tan A plus cot A. So we are simplifying separately 1/tan A plus cot A. LHS സൈനിന്റെയും കോസിന്റെയും ടേമിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു RHSും എന്ത് ചെയ്യുന്നു? സൈനിന്റെയും കോസിന്റെയും ടേമിൽ എഴുതാൻ പോവാണ് കേട്ടോ. ദാറ്റ് ഈസ് 1 divided by sin A by cos A plus
cos A by sin A. Or it is cross multiplication ചെയ്ത് കഴിഞ്ഞാൽ it is sin square A plus cos square A division sin A cos A, or that is equal to cos A sin A. നേരെ റെസിപ്രോക്കൽ എടുത്തുന്നു. sin square A plus cos square A എന്താണ്? 1 ആണ്. that is cos A into sin A itself. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഇത് തന്നെയല്ലേ നമുക്ക് LHSലും വന്നിട്ടുള്ളത്. സോ therefore we can see that LHS is equal to RHS. എനിക്ക് തോന്നുന്നു ഇതൊരു NCERT എക്സാമ്പിൾ NCERT ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെ നന്നായി പഠിക്കാം. നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നന്നായി പഠിക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ, ബൈ, താങ്ക് യു.